കലോത്സവം അതിൻ്റെ ആദ്യ ദിവസം അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. എല്ലാ ഒരുക്കങ്ങളും അതിൻ്റെ പൂർണ്ണഘട്ടത്തിലെത്തി. ഇന്നലെ വിളംബര ഘോഷയാത്രയോടെ ഏറ്റവും ആവേശകരമായ കലോത്സവത്തിന് ശക്തൻ്റെ മണ്ണിൽ തുടക്കമാവുകയും ചെയ്തു. മന്ത്രി വി ശിവൻകുട്ടി നമുക്കിപ്പോൾ ഉണ്ട്. മിശ്രെ, ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മളെല്ലാവരും കാത്തിരുന്ന കലോത്സവം ആരംഭിക്കും. ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായല്ലോ അല്ലേ? എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രാവിലെ എത്തിച്ചേരും. 10-നും 10:15 ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും. അതിൻ്റെ ഒരു 1.5 മണിക്കൂർ നേരം ഉദ്ഘാടന സമ്മേളനം ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് നിശ്ചയിച്ച പോലുള്ള മത്സരങ്ങൾ എല്ലാ വേദികളിലും ആരംഭിക്കും. ഞാനിപ്പോൾ കലോത്സവത്തിൻ്റെ മെയിൻ വേദിയിൽ നിൽക്കുകയാണ്. ഇന്നലെ രാത്രി കുറച്ച് വർക്കുകൾ അവശേഷിക്കുന്നുണ്ടായിരുന്നല്ലോ. അതെല്ലാം പൂർത്തീകരിച്ചോ നോക്കാൻ വേണ്ടി വന്നതാണ്. എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഉത്സവങ്ങളുടെ ഈ തയ്യാറെടുപ്പിൽ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എത്ര നേരത്തെ തുടങ്ങിയാൽ അവസാനം കൊണ്ട് ഇത് തീരുള്ളൂ. അങ്ങനെയാണ് എൻ്റെ കാര്യം. അപ്പം എന്തായാലും എല്ലാ വേദികളും സജ്ജമാണ്. എല്ലാ വേദികളിലും ചുമതലക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടുണ്ട്, കുട്ടികൾ വന്നിട്ടുണ്ട്, ജഡ്ജസ് വന്നിട്ടുണ്ട്, പിന്നെ ഭക്ഷണത്തിൻ്റെ എല്ലാ ഏർപ്പാടും ആയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പിന്നെ എന്ന് മാത്രമല്ല വളരെ സൗഹാർദ്ദപരമാണ് തൃശ്ശൂർക്കാർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കോർപ്പറേഷൻ എല്ലാവരും നന്നായി സഹകരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 14,000-ഓളം വരുന്ന പിന്നെ കുട്ടികളും രക്ഷകർത്താക്കളും അവരും എല്ലാം കൂടെ വന്നിറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് സഹകരിക്കുക മാത്രമേ മാർഗമുള്ളൂ. എന്തായാലും പിന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ ഗംഭീരമാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ പ്രധാനമായി ഉയർത്തിക്കാട്ടിയ ഉത്തരവാദിത്ത കലോത്സവം എന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചല്ലോ. പ്രധാനമായും നമ്മൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉത്തരവാദിത്ത കലോത്സവം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ഉത്തരവാദിത്വങ്ങൾ എന്തൊക്കെയാണ്? അത് സ്നേഹം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റോടുകൂടി ഞങ്ങൾ കൊണ്ടുവരികയാണ്. വെറും കുട്ടികൾ അക്കാഡമിക് കാര്യങ്ങൾ പഠിക്കുക മാത്രമല്ല. ഉദാഹരണം ഇപ്പോൾ പിന്നെ മതേതരത്വം കുട്ടികൾ അറിഞ്ഞിരിക്കുന്നുള്ളൂ എന്താണ്. അതുപോലെ തന്നെ പഴയ സാധനങ്ങൾ റോഡിൽ വലിച്ചെറിയുന്നത്, അതവിടെ ഒരു കൗണ്ടർ തന്നെ ഉണ്ട്. പഴയ സാധനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വാങ്ങി വെച്ചിട്ട് പുതിയ സാധനങ്ങൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം, പിന്നെ പരസ്പര സ്നേഹവും ബഹുമാനവും. ഇന്നിപ്പം പരസ്പര സ്നേഹവും ബഹുമാനം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു കഴിവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കോംപ്ലിമെന്റ് തരുന്നില്ലല്ലോ, കണ്ടില്ലെന്നടിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ചില മൂല്യങ്ങൾ കുട്ടികളിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഉത്തരവാദിത്ത ഉത്തരവാദിത്ത കലോത്സവം എന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും ഒടുക്കമെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ സ്വാഭാവികമായും എല്ലാ വലിയ പരിപാടിക്കും ഉണ്ടാകും. നമുക്ക് അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്ന് തന്നെയല്ലേ പ്രതീക്ഷ? എന്തെങ്കിലും പ്രശ്നങ്ങൾ അപ്പോഴപ്പോഴും ഉണ്ടാകുന്നത് അതെല്ലാം ഒഴിവാക്കാൻ കഴിയും. ക്രൈസിസ് മാനേജ്മെന്റ് ടീമുണ്ട്, അതിന് പ്രത്യേക ടീമിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് നമ്മുടെ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിലെ RDDമാർ, DOമാർ, DDമാർ, സൂപ്രണ്ടന്മാർ, പിന്നെ അങ്ങനെ ഉള്ള പ്രധാനപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരും വിവിധ ചുമതലകൾ എടുത്ത് ഇവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ രാവിലെ അവിടെ വന്നപ്പോൾ ഈ സ്റ്റേജിൻ്റെ ചുമതലയുള്ള കക്ഷി ഇവിടെ ഉണ്ട്. വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് പോയിട്ട് തിരിച്ചു വന്നതാണ്. എല്ലാവരും വളരെ സജീവമായിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം എവിടെയെങ്കിലും ഉണ്ടായിരുന്ന അപ്പം തന്നെ ഇടപെടാനുള്ള ക്രൈസിസ് മാനേജ്മെന്റ് ഉണ്ട്. നമ്മുടെ ഓഫീസുണ്ട്, ഞാൻ ഫുൾ ടൈം ഇവിടെ മുഴുവൻ സമയമുണ്ട്, മന്ത്രി രാജൻ മുഴുവൻ സമയമുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഇടപെടും. മനുഷ്യസാധ്യമായ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നു. അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടായാൽ നമുക്ക് കൂട്ടായി ആലോചിച്ച് നിങ്ങളുടെയൊക്കെ സഹായത്തോടുകൂടി പരിഹാരം കാണാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതാണ്, എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി. ഏതെങ്കിലും തരത്തിലുള്ള ചെറുതോ വലുതോമായ ഒരു പ്രശ്നങ്ങളും കലോത്സവത്തെ ബാധിക്കില്ല എന്ന് തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്. എന്തായാലും നമുക്കിനി അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ വേദിയിലെല്ലാം തന്നെ ഉദ്ഘാടന സെഷൻ ആരംഭിക്കും. അതിനുശേഷം ഈ പല ജില്ലകളിൽ നിന്നെത്തിയ കലാപ്രതിഭകളുടെ അവർ മാറ്റുരയ്ക്കുന്ന ആ ദൃശ്യ വിരുന്നിനായിരിക്കും നമ്മൾ തൃശ്ശൂർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നമുക്ക്